കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധികയ്ക്ക് ദാരുണാന്ത്യം. എടവണ്ണ കിഴക്കേ ചാത്തല്ലൂരിലാണ് സംഭവം. കിഴക്കേ ചാത്തല്ലൂർ പട്ടീരി വീട്ടിൽ കല്യാണിയമ്മയാണ് മരിച്ചത്. 68 വയസ്സായിരുന്നു. ഇന്ന് രാവിലെയാണ് ദാരുണമായ സംഭവം നടന്നത്. മലയിൽ നിന്നുള്ള കുടിവെള്ള പൈപ്പ് തകരാർ നോക്കുന്നതിന് വനത്തിനകത്ത് ചോലയിലേക്ക് പോകുമ്പോഴാണ് ആനയുടെ ആക്രമണം ഉണ്ടായത്. വനം ഉദ്യോഗസ്ഥർ ആനയെ തുരത്തുന്നതിനിടെയാണ് സംഭവം. രണ്ടാം വാർഡിലാണ് ഈ ദാരുണമായ സംഭവം. രാവിലെ കുട്ടികളെ ഒരു 10 ദിവസമായി അവിടെ കാട്ടാന ഇറങ്ങിയതായിട്ട് വിവരം കിട്ടിയിട്ടുണ്ട്. പല രീതിയിൽ നമ്മൾ ആ ഇടപെടലൊക്കെ നടത്തിയിട്ടുണ്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ആ സമയത്തും ഉണ്ടായിരുന്നു. ഈ അമ്മ കുട്ടികൾ കളിക്കഴിഞ്ഞ് അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം, അവിടെ ഒരു പഴയ ഓറയിലുള്ളൊരു വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ പോയ കുട്ടികളെ ഈ ആനയുടെ ശല്യം സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ രാവിലെ തൊട്ട് മെമ്പർ പറയുന്നുണ്ട്. ഇന്ന് ആന കണ്ട ആളുകളുണ്ട്, അതുകൊണ്ട് അവിടുന്ന് കുട്ടികളൊക്കെ ശ്രദ്ധിക്കാമെന്നൊക്കെ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഈ കുട്ടികളെ തെരഞ്ഞു പോയതാണ് ഈ അമ്മ. 64 വയസ്സുള്ള പട്ടീരി കല്യാണി പേരുള്ള അമ്മയാണ് ദാരുണമായ ആനയുടെ ആക്രമണത്തിൽ മരിച്ചത്. അത് ഫോറസ്റ്റ് ആനയെ ഓടിച്ച സമയത്താണ് നേരെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആനയെ ഓടിക്കുന്നതിന് വേണ്ടി. അങ്ങനെ വെടിവെച്ച് ഓടിച്ച സമയത്താണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഞാൻ പഞ്ചായത്ത് ഓഫീസറായിരുന്നു. വിവരം കിട്ടിയത് അങ്ങനെയാണ്. ഇന്ന് ഫോറസ്റ്റ് 3 വണ്ടി ഫോറസ്റ്റ് അതായത് മേലെ വന്ന് വെടിവെപ്പോൾ സ്വാഭാവികമായിട്ടും ആന ഓടി വരുന്ന സമയത്താണ് സോഷ്യൽ മീഡിയ വഴി ആ പ്രദേശത്തെ മെമ്പറാണ്. വളരെ കൃത്യമായിട്ട് മെമ്പർമാരും പ്രതിനിധികളും അല്ലാതെ സാമൂഹ്യ പ്രവർത്തകരൊക്കെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് ക്യാമ്പ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ഫോറസ്റ്റുകാരെ വിളിക്കുകയാണ് ചെയ്തത്. അവർ വന്ന സമയത്താണ് ഇന്ന് രാവിലെ ഇന്നല്ല കഴിഞ്ഞ ഒരാഴ്ചയോളമായിട്ട് അവിടെ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറേ ആയിട്ട് ആളുകൾ അതിൻ്റേതായിട്ടുള്ള രീതിയിലായിരുന്നു. ഫോറസ്റ്റുകാർ വരാറുണ്ട്, നോക്കാറുണ്ട്. പക്ഷെ ആ വരുന്ന സമയത്ത് ആനയെ കാണാറില്ല. അതെ, മുകൾ ഭാഗത്ത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഈസ്റ്റ് ലൈൻ, എടവണ്ണ.